കൺമണിക്ക് എന്ത് സംഭവിച്ചു? സൂപ്പർ കൺമണി ക്ലൈമാക്സിലേക്കാണോ? ഇന്നത്തെ സംഭവ ബഹുലമായ ഒരു എപ്പിസോഡാണ്. ആ എപ്പിസോഡ് മിസ്സാക്കരുത്. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ വിദ്യയുടെ വിക്കറ്റ് വീഴും. ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിക്കുന്നത് സാഗർ, സുജാതി, ആന്റിയമ്മയും കൂടി കൺമണി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അധിക്ഷേപിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇതും കേട്ടുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് കൃഷി വരുന്നത്. തുറന്ന് കൃഷിന്റെ അടുത്ത് സാഗർ പിന്നെ പറയുന്ന, കൺമണി നമ്മളെ ചതിക്കുകയായിരുന്നു മോനെ. കൺമണി ബിആർ ഗ്രൂപ്പിന്റെ ചാരനാണെന്ന് പറയുകയാണ്. കൺമണി ബിആർ ഗ്രൂപ്പിന്റെ ബലരാമന്റെ ചാരനായിട്ടാണ് നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറിയത്. അവർ രണ്ടുപേരും കൂടി നമ്മളെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാൾ നമ്മളെ ചതിക്കുകയായിരുന്നു. വിദ്യ എന്നോട് ഇത് ആദ്യം പറഞ്ഞപ്പോൾ ഞാനിത് ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പിന്നെ വിദ്യ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം വിശ്വസിച്ചത്. ആരും കുറ്റം പറയാത്ത നിഷ്കളങ്കതയുടെ മുഖംമൂടി വെച്ചുകൊണ്ടാണ് കൺമണി ഇത്രയും നാൾ നമ്മളെ ചതിച്ചത്. അവൾ നമ്മളെ ചതിക്കുകയായിരുന്നു. അവളൊരു ചതിയത്തിയാണെന്ന് പറയുകയാണ് സാഗർ. അവൾ അച്ഛന് വയ്യാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് കൺമണി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ്, അലിഗയിലെ ജോലി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കൺമണിക്ക് ജോലി കൊടുത്തത്. ഇപ്പോൾ കൺമണിയുടെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ് നമ്മൾ കൺമണിയെ സഹായിക്കാൻ പോയതാണ്. അത് മാത്രമല്ല, കൺമണിയുടെ അച്ഛനെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയുന്നത്. അവൾ എത്ര വലിയ ചതിയത്തിയാണ്, അവളെ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൺമണി ഇങ്ങനെ ശപിക്കുകയാണ് സാഗർ. അലിഗയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യ സാഗറിനോട് ഒരു കാര്യം പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാതെ സാഗർ കിടന്ന് ചാടുന്നു. വല്ലാത്ത ജാതി സൈക്കോ തന്നെ. എന്നാൽ ഈ സമയത്ത് സുജാത ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് സുജാത കരയുന്നത് കണ്ട് സാഗർ പിന്നെ സുജാതയോട്, നീ കൺമണിക്ക് വേണ്ടി കരയരുത് സുജാതെ. തുറന്ന് സുജാതയുടെ ഊഴമാണ്. തുറന്ന് സുജാത പിന്നെ സാഗറിനോട് പറയുന്നത്, ഞാൻ എന്റെ സ്വന്തം മകളെ പോലെയാണ് കൺമണിയെ സ്നേഹിച്ചത്. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ കൺമണിക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണമെന്ന് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷ്ണ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണയോട്, നീ എന്താണൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ സാഗറിനോട്, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് പറയുകയാണ്. കുറച്ചു മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ. എന്നീ കാര്യം വിളിച്ച് പറഞ്ഞത് മറ്റാരുമല്ല, കൺമണിയുടെ തന്നെ ഏട്ടത്തിയമ്മയാണെന്ന് പറയുകയാണ്. ബിആർ ഗ്രൂപ്പിന് ഡൽഹി പ്രോജക്ടിന് വേണ്ടി ഡിസൈൻ വരച്ച കൺമണിയാണെന്ന് ഏട്ടത്തിയമ്മ എന്നെ ഫോണിൽ വിളിച്ച് ഇപ്പോഴേ പറഞ്ഞതേയുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. നീ എന്താ ആലോചിച്ച് നിൽക്കുകയാണ്? വേഗം തന്നെ കൺമണിയെ നമ്മുടെ അലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുകയാണ്. തുറന്ന് സാഗർ നല്ല ദേഷ്യത്തിൽ കൃഷ്ണനോട്, നീ വേഗം തന്നെ കൺമണിയെ അലിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ആ ലെറ്റർ വേഗം തന്നെ തയ്യാറാക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ അച്ഛനോട്, എനിക്കതിന് സാധിക്കില്ല അച്ഛനാണല്ലോ അലിഗയുടെ ചെയർമാൻ, അച്ഛൻ തന്നെ ചെയ്തോളാൻ പറയുകയാണ് കൃഷ്. അങ്ങനെ കൺമണിയെ പുറത്താക്കാൻ കൃഷ്ണന് സാധിക്കുന്നില്ല. കൃഷ് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ സ്കോർ ചെയ്യാൻ ഇറങ്ങുകയാണ്. ആന്റിയമ്മ പിന്നെ കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട് പിന്നെ പറയുന്നത്, മനസ്സ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിനക്കൊക്കെ കുറ്റമാണല്ലോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? കൺമണിയുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ നീ നല്ല ആളുകളുടെ മനസ്സ് തിരിച്ചറിയണം മോനെ. മാനസയുടെ മനസ്സ് നീ തിരിച്ചറിയേ. കൺമണി നിന്നെ ചതിച്ചിരിക്കുകയാണ്, അത് നീ ഇങ്ങനെ മനസ്സിലാക്കാൻ പറയുകയാണ്. ഇതൊന്നുമല്ല, സാഗർ സുജാതി നല്ല രീതിയിൽ തന്നെ കൺമണിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. അവർക്കിട്ട് രണ്ട് പൊട്ടിക്കാൻ നമ്മുടെ കൈയെല്ലാം തരിക്കും. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിഴുങ്ങിയതാണ്. തുറന്ന് കൃഷി അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. ഇതൊന്നും അറിയാതെ കൺമണിയുടെ അച്ഛൻ നല്ല സുഭിക്ഷമായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി വന്നിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഒരു പുച്ഛഭാവത്തിൽ ഇങ്ങനെ അച്ഛനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് ധനലക്ഷ്മിയുടെ നോട്ടം കണ്ട് അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പിന്നെ അച്ഛനെ കളിയാക്കിക്കൊണ്ട്, ഇത് അച്ഛൻ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന അവസാനത്തെ കഴിപ്പാണെന്ന് പറയുകയാണ്. അർത്ഥം വെച്ചുകൊണ്ടാണ് ധനലക്ഷ്മി അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് ശ്രീനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇതെന്താണ് അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണ്. തുറന്ന് ധനലക്ഷ്മി പിന്നെ അച്ഛനോട് പറയുന്നത്, കഴിച്ചോ, ഇന്നും കൂടെ ഇങ്ങനെ കഴിക്കാൻ സന്തോഷത്തോടുകൂടി കഴിക്കാൻ സാധിക്കും. ഇന്നത്തെ ഊണിയും കഴിഞ്ഞാൽ ഈ സന്തോഷമെല്ലാം പോകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട്, കൺമണി ഇന്ന് എന്റെ വീട് തിരിച്ചെടുത്ത് തരും, ലോൺ തിരിച്ചടച്ച് വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് കൊണ്ടുവരും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട്, നീ എന്താണ് ഒരുമാതിരി ആക്കിയ പോലെ ചിരിക്കുന്നത് ചോദിക്കുകയാണ്. തുറന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയെ കളിയാക്കിക്കൊണ്ട്, ഒരു 500 രൂപ ഞാൻ അങ്ങോട്ട് തരാം, വിഷു ബമ്പർ എടുത്തോ, ഇനി അത് മാത്രമേ പ്രതീക്ഷിക്കണ്ടൂ എന്ന് പറയുകയാണ്. കൺമണിയെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ കൺമണി ആ ചൂടുള്ള വാർത്ത അറിഞ്ഞു കാണുമെന്ന് പറയുകയാണ്. കൺമണിക്ക് നല്ല 8ന്റെ പണി കിട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രീനി. പക്ഷെ ധനലക്ഷ്മി അതെന്താണെന്ന് കൃത്യമായിട്ട് ശ്രീനിയോട് പറയുന്നില്ല. തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട്, എനിക്കറിയാം നിനക്ക് കൺമണിയോട് നല്ല വൈരാഗ്യമുണ്ടെന്ന്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ അച്ഛനോട്, അതെ അച്ഛ, എനിക്ക് കൺമണിയോട് തീരത്ത വൈരാഗ്യമുണ്ട് എന്ന് പറയുകയാണ്. അടി കിട്ടിയ പാമ്പിനെ പോലെയാണ് എന്റെ അവസ്ഥ. ഞാൻ കൺമണിയുടെ പുറകെ ചെന്ന് കൺമണിയെ മുറാന്ന് കൊത്തുമെന്ന് പറയുകയാണ്. ഞാൻ എന്റെ പക തീരുവോളം ഞാൻ കൺമണിയെ കൊത്തുമെന്ന് പറയുകയാണ്.
കൺമണി എന്താണ് ഇവിടെ വെച്ച് ചെയ്തത്? അവളുടെ MDക്ക് മുമ്പിൽ വെച്ച് എന്റെ കൈ തടഞ്ഞു. അതിനുള്ള പണി ഞാൻ എന്തായാലും കൺമണിക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. ഇന്ന് കൺമണിയെ അലികയിൽ നിന്ന് അവളുടെ MD തന്നെ വലിച്ച് ഇറക്കി പുറത്തിടുമെന്ന് പറയുകയാണ്. കൺമണിയെ പുറത്താക്കുമെന്ന് പറയുകയാണ്. അലികയിലെ കൺമണിയുടെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്നെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രീനി. ഇത്രയും നാൾ കൺമണി ഇവിടെ നടത്തിയിരുന്ന എല്ലാ ഷോ ഓഫിനും ഇന്നത്തോടുകൂടി തീരുമാനമാകും, ഇന്നത്തോടുകൂടി അതിനെല്ലാം അവസാനം കാണുമെന്നും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി നല്ല ഗൗരവത്തിൽ പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ധനലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് പേടിച്ച ശ്രീനി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ്. എന്നാൽ കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൺമണി എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ആർക്കും ഒരു സൂചനയുമില്ല. കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൺമണിക്ക് വല്ല അപകടം സംഭവിച്ചോ? നോ ഐഡിയ. തുറന്നു കാണിക്കുന്ന അലിഗയുടെ ഓഫീസാണ്. അലിഗയുടെ ഓഫീസ് കൺമണിയെ പുറത്താക്കി എന്ന വാർത്ത ആ സ്റ്റാഫുകളെല്ലാം പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ആർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന ആ സ്റ്റാഫുകൾ എന്തിനായിരിക്കും കൺമണിയെ പുറത്താക്കിയിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. തുറന്ന ആ സ്റ്റാഫുകൾ പിന്നെ പറയുന്നത് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല, ഹരിസാറിന് പോലും അത് അറിയില്ല എന്ന് പറയുകയാണ്. എന്തിന് കൺമണിയെ അലിക പുറത്താക്കി എന്നുള്ള കാര്യം കൺമണിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. നല്ല ഗൗരവത്തിലാണ് കൃഷി വരുന്നത്. തുറന്ന കൃഷി പിന്നെ ആ സ്റ്റാഫുകളോട് കൺമണി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന ആ സ്റ്റാഫുകൾ ഇല്ല കൺമണി ഇതുവരെയായിട്ട് വന്നില്ല എന്ന് പറയുകയാണ്. തുറന്ന കൃഷി കൺമണി ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫുകൾ അതൊന്നും പറഞ്ഞിട്ടില്ല, കൺമണി ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ്. സാഗറിനെ പോലെ എന്തെങ്കിലും കേട്ടാൽ എടുത്തു ചാടി പട്ടിഷോ നടത്താനല്ല കൃഷി നിൽക്കുന്നത്. കൃഷി കൺമണിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നിൽക്കുന്നത്. തുറന്ന് കൃഷി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ്. പക്ഷെ കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്തുകൊണ്ടായിരിക്കും കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്? കൺമണിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസിക്ക് ഒരു കോൾ വന്നിരിക്കുകയാണ്. വിദ്യ മറ്റൊരു നമ്പറിൽ നിന്നാണ് മാനസിയെ വിളിക്കുന്നത്. തുറന്ന ഫോൺ എടുത്ത ശേഷം മാനസ പിന്നെ വിദ്യയോട് ഇതേതാ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ വിദ്യ എന്നെ ഇപ്പോൾ അലിഗയിൽ നിന്ന് പുറത്താക്കിയിട്ടു, അതുകൊണ്ട് കമ്പനിയുടെ ഫോൺ ഇപ്പോൾ എന്റെ കൈവശമില്ല എന്ന് പറയുകയാണ്. അത് മാത്രമല്ല എന്റെ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ ഒരു പക്ഷെ മാനസ എടുത്തില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പറിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയുകയാണ്. എന്ത് പറ്റി മാഡം എന്നൊക്കെ ചോദിക്കുകയാണ്. തുറന്ന് മാനസ നല്ല ഗൗരവത്തിൽ എന്താണ് വിദ്യ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. നല്ല ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. തുറന്ന് വിദ്യ പിന്നെ മാനസിയോട് അപ്പോൾ മാനസ മാഡം ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസികനെ വാ പൊളിച്ചു നിൽക്കുകയാണ്. എന്ത് സന്തോഷ വാർത്ത എന്ന് ചോദിക്കുകയാണ്. തുറന്ന് വിദ്യ കാര്യം മാനസിയോട് പറയുകയാണ്. കൺമണിയെ അലിക പുറത്താക്കി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടിയാണ് മാനസ നിൽക്കുന്നത്. തുറന്ന് മാനസ വിദ്യ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് വിദ്യ ഞാൻ കളിപ്പിക്കാൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അലികയിൽ നിന്ന് കൺമണിയെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ എങ്ങനെയാണ് കൺമണിയെ പുറത്താക്കിയതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് വിദ്യ പിന്നെ മാനസിയോട് കൺമണി അലികയെ ചതിച്ചു, കൺമണി BR ഗ്രൂപ്പിന്റെ ചാരനാണെന്ന് പറയുകയാണ്. ആ ഡൽഹി പ്രോജക്ടിന് വേണ്ടി BR ഗ്രൂപ്പിന് വേണ്ടി ഡിസൈൻ വരച്ചത് കൺമണിയാണെന്നുള്ള കാര്യം വിദ്യ മാനസിയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. വിശ്വസിക്കാനാകാതെ മാനസ. അത് മാത്രമല്ല കൺമണി എനിക്കിന്ന് സസ്പെൻഷൻ വാങ്ങി തന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ കൺമണിയെ അലിഗയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയാണ്. എന്നേക്കുമായിട്ട് ഞാൻ കൺമണിയെ പുറത്താക്കി, അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ തന്നെയാണ് കൺമണിക്ക് മുമ്പിൽ എന്ന് പറയുകയാണ്. കൺമണി എനിക്ക് സസ്പെൻഷൻ തന്നപ്പോൾ ഞാൻ കൺമണിക്ക് ടെർമിനേഷനാണ് വാങ്ങിക്കൊടുത്തത്. എന്താ മേഡം സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ രണ്ടുപേരുടെ ശത്രുവാണ് കൺമണി. എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ്. കൺമണിക്ക് ഒരു പണി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു മാനസ. തുറന്ന് വിദ്യ പിന്നെ മാനസിയോട് അല്ല മേഡം എനിക്ക് മാഡത്തിനോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ മുംബൈ പ്രോജക്ടിന് വേണ്ടി മാഡത്തിന് പണ്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടിയില്ലേ, കൺമണിയാണ് ആ ഡിസൈൻ വരച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു തർക്കം ഉണ്ടായില്ലേ ഒരു ഡിസൈനിന്റെ കാര്യത്തിൽ. സത്യത്തിൽ ആ ഡിസൈൻ വരച്ചത് ആരാണെന്ന് മാനസിയോട് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് വിദ്യ പിന്നെ മാനസിയോട് മാഡം വെറുതെ ഇങ്ങനെ വിഷമിച്ച് പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, എനിക്കറിയാം ആ ഡിസൈൻ വരച്ചതും കൺമണിയാണെന്ന്. എന്നാൽ അത് കേട്ട് മാനസ ശരിക്കും പേടിക്കുകയാണ്. വിദ്യ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്നോർത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. തുറന്ന് വിദ്യയോട് പിന്നെ മാനസ അതൊക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് സംസാരിക്കാം വിദ്യ എന്നൊക്കെ പറയുകയാണ്. വിദ്യക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഒതുക്കാനാണ് മാനസയുടെ ശ്രമം. എന്നാൽ അത് കേട്ട് വിദ്യ അയ്യോ മേഡം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. മാഡത്തിന് ബാംഗ്ലൂരിൽ കുറെ പണികളെല്ലാം ഉള്ളതല്ലേ, മാഡം ആ പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ മാഡം എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, എന്നെ ഇപ്പോൾ അലിക പുറത്താക്കിയിരിക്കുകയാണ്, എന്റെ സസ്പെൻഷൻ പിൻവലിച്ച് എന്നെ അലിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ. തുടർന്ന് മാനസ പിന്നെ വിദ്യയോട് വിദ്യ അതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും വിദ്യ പിന്നെ മാനസിയോട് മാഡം ആണല്ലോ അലികയുടെ ഒരു GM ആണല്ലോ മാഡം, അതുകൊണ്ട് മാഡം എന്നെ അലികയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ വിദ്യയെ അലികയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് മാനസിയെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിൽക്കുകയാണ് വിദ്യ.
അതും പറഞ്ഞുകൊണ്ട് വിദ്യ ഫോൺ വെക്കുകയാണ്. വിദ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ് മാനസ. തുറന്നു കാണിക്കുന്ന സാഗർ സുജാതി ആന്റിയമ്മയും കൂടി സംസാരിക്കുന്നതാണ്. ഈ സമയത്ത് ആന്റിയമ്മ സംസാരിക്കുന്ന ബലരാമനെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മൂത്ത മകൻ, എന്തൊരു ഷോ ഓഫ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരെ, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ പോലെ രണ്ട് മണ്ടന്മാരി ഭൂമുഖത്ത് വേറെ കാണില്ല എന്ന് പറയുകയാണ്. കൺമണിയും ബലരാമനെയും സ്വന്തം മകനെയും മകളെയും പോലെയാണ് നിങ്ങൾ സ്നേഹിച്ചത്. അവർ രണ്ടുപേരും നിങ്ങൾക്കിട്ട് നല്ല പണി തന്നില്ലേ? കൃഷ്ണ പറഞ്ഞു തന്നെയായിരുന്നു ശരി. നിങ്ങൾ രണ്ടുപേരും ബലരാമന് വേണ്ടി വാദിച്ച് കൃഷ്ണനോട് വഴക്കിട്ട് കൃഷി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണിയെ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ് ആന്റിയമ്മ. എന്തൊക്കെ ബഹളമായിരുന്നു. കൺമണി വീട്ടിൽ വന്ന് കിടക്കുന്നു, കൃഷ്ണന്റെ കൂടെ ഓഫീസിൽ വന്ന് കിടക്കുന്നു, കാപ്പി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, പായസം ഉണ്ടാക്കി തരുന്നു, എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ആന്റിയമ്മ പിന്നെ രണ്ടുപേരെയും കളിയാക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ ഇവരോട് ഇനി ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കരുത്, വേഗം തന്നെ പോലീസിൽ പരാതി കൊടുക്കണം എന്ന് പറയുകയാണ്. ബലരാമനും കൺമണിയും കൂടി നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്, നമ്മൾ ചതിച്ചിരിക്കുകയാണ്, വിശ്വാസവഞ്ചനയാണ് രണ്ടുപേരും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ട് രണ്ടുപേരും അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ബലരാമനെ കൃപയുടെ മുറിയിലേക്ക് കടത്തിവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം കൃപയെ കാണാൻ ബലരാമൻ വന്നപ്പോൾ ബലരാമൻ ഒറ്റയ്ക്ക് പോയി കൃപയെ കണ്ടോളാമെന്ന് പറഞ്ഞ് സാഗറിനെ പുറത്തു നിർത്തി, കൃപയെ നോക്കാൻ നിൽക്കുന്ന നേഴ്സിനെ വരെ പുറത്തു നിർത്തി. അതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ പിന്നെ രണ്ടുപേരെയും വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് സാഗറിനും അതുപോലെ തന്നെ സുജാതിക്കെല്ലാം നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ്. കൺമണിയെ കുറിച്ചും ബലരാമനെ കുറിച്ചും അവർ രണ്ടുപേരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സാഗർ കൺമണിയെ കുറിച്ച് ഇങ്ങനെ ഛർദ്ദിക്കുന്നതെല്ലാം നാളെ സാഗർ തന്നെ കോരി കുടിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സന്തോഷം. തുറന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് സുജാതിയോടും നീ എന്ത് നോക്കി നിൽക്കുകയാണ്, വാ നമുക്ക് ബലരാമനെ പോയി കണ്ടെത്താമെന്ന് പറയുകയാണ്. ബലരാമൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് പോയി കണ്ടെത്താമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത കരയുകയാണ്. അയ്യോ എന്റെ മോൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുജാത കരയുകയാണ്. എന്നാൽ അത് കണ്ട് സാഗറിന് ദേഷ്യം വരികയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതിയോട് ദേഷ്യപ്പെടുകയാണ്. ഇനി ബലരാമന് വേണ്ടി നീ കരഞ്ഞു പോകരുതെന്ന് പറയുകയാണ്. ബലരാമനായാലും ശരി കൺമണിയായാലും ശരി അവർ രണ്ടുപേരും നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടി നീ ഒരു തുള്ളിക്കണ്ണു നീര് പോലും പൊഴിക്കരുതെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അമ്മേന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ബലരാമൻ വരികയാണ്. എന്നാൽ ആ സ്വരം കേൾക്കുമ്പോൾ തന്നെ സാഗറിനും അതുപോലെ തന്നെ സുജാതിക്ക് കാട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. ബലരാമൻ മാനസാന്തരപ്പെട്ടിട്ടുള്ള വരവാണ്. ബലരാമൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛ അമ്മയെന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമനെ കണ്ട് സാഗർ ഓടിച്ചെന്ന് ബലരാമന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. എന്താണ് വൃത്തികെട്ടവനെ നീ പറഞ്ഞത്? ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, ഇനി നീ ചിരിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു പോകരുത്, നീ ഇത്രയും നാൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് ബലരാമൻ. തുടർന്ന് ബലരാമൻ അപ്പോഴും ഒന്നും തന്നെ പറയുന്നില്ല. നീ ഇത്രയും നാളെ ഞങ്ങളുടെ കൂടെ നടന്ന് നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് സാഗർ ബലരാമന്റെ മുഖത്തിട്ട് കവിളിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ അടിയോടടിയാണ്. തുടർന്ന് സാഗർ പിന്നെ ബലരാമനോട് ഇത്രയും നാള് നിന്നെ ഞങ്ങൾ സ്വന്തം മകനെ പോലെയല്ലേ സ്നേഹിച്ച്, എന്നിട്ട് നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലരാമനോട് ദേഷ്യപ്പെടുന്നത്. എന്നാൽ സാഗർ ബലരാമൻ അടിക്കുന്ന ഈ കാഴ്ചയെല്ലാം കണ്ട് സുജാത പൊട്ടിക്കരയുകയാണ്. എന്നാൽ അത് കണ്ട് സാഗറിന് ദേഷ്യം വരികയാണ്. ഇവനെ പോലെയുള്ള വഞ്ചകനെ ഓർത്താണ് നീ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുജാതിയോട് ദേഷ്യപ്പെടുകയാണ് സാഗർ. തുടർന്ന് സാഗർ പിന്നെ ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. ഡൽഹി പ്രോജക്ടിന് വേണ്ടി BR ഗ്രൂപ്പിന് ഡിസൈൻ വരച്ചു തന്ന ആരാണെന്ന് ബലരാമന്റെ മുഖത്തടിച്ചപ്പോൾ ചോദിക്കുകയാണ്. സത്യം പറയണം, ആരാണ് നിങ്ങൾക്ക് ആ ഡിസൈൻ വരച്ചു തന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ബലരാമൻ ആ പേര് പറയുകയാണ്. കൺമണിയാണ് BR ഗ്രൂപ്പിന് വേണ്ടി ആ ഡിസൈൻ വരച്ചു തന്നത് എന്നുള്ള സത്യം ബലരാമൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് അങ്ങനെ കൺമണിയുടെ പേര് ബലരാമൻ പറഞ്ഞിരിക്കുകയാണ്, കൂട്ടുപ്രതിയുടെ പേര് ബലരാമൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ സാഗറിനോട് ഒരു നിമിഷം കൺമണി ആകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷെ കൺമണി ഇപ്പോഴാണ് ചതിച്ചിരിക്കുകയാണ്, എനിക്കത് വിശ്വാസമായിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുജാത പൊട്ടിക്കരയുകയാണ്. തുടർന്ന് സാഗർ നല്ല ദേഷ്യം പിന്നെ ബലരാമനോട് നിന്റെ കൂട്ടുപ്രതിയായ കൺമണിയും നിന്നെ ജയിലിൽ കയറ്റി ശിക്ഷ വാങ്ങി തരാതെ എന്റെ പേരിങ്ങി സാഗർ എന്നായിരിക്കില്ല എന്ന് പറയുകയാണ്. അതുവരെ നമ്മളിങ്ങി സാഗറിന് എന്ത് വിളിക്കും, എക്സ് എന്ന് വിളിക്കേണ്ടി വരുമോ? തുടർന്ന് ബലരാമൻ സുജാതയെ വിളിക്കുകയാണ്, അമ്മയെന്ന് നീട്ടി വിളിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് ദേഷ്യം വരികയാണ്. ഇറങ്ങി പോടാ വൃത്തികെട്ടവനെ എന്ന് പറയുകയാണ് സുജാത. തുടർന്ന് ബലരാമൻ പിന്നെ സാഗറിനോട് ഞാൻ ഇങ്ങോട്ട് വന്നത്, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അലിഗയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ സുജാതിയും എല്ലാം. കൺമണിയുടെ സഹോദരൻ മനോജിനെ എന്റെ കമ്പനിയുടെ ഹെഡാക്കി, പക്ഷെ മനോജിനെ എന്റെ മനസ്സിൽ ഉദ്ദേശമൊന്നും അറിയില്ല, അതിപ്പോഴും അറിയില്ല എന്ന് പറയുകയാണ്. ഈ കുടുംബത്തിനെതിരെയും ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മേ. കൃപയുടെ കാര്യമാണ് പറയാൻ വരുന്നത്.
എന്നാൽ അത് കേട്ട് ഞെട്ടി അതെന്തായിരിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സാഗർ, സുജാതി, ആന്റിയമ്മയും എല്ലാം. അങ്ങനെ ബലരാമൻ എല്ലാ സത്യങ്ങളും മണി പോലെ പറയാൻ നിൽക്കുകയാണ്. തന്റെ ചാരൻ കൺമണി എല്ലാം വിദ്യയാണെന്ന് തെളിവ് സഹിതം ബലരാമന് തെളിയിക്കാൻ സാധിക്കും. പക്ഷെ അത് പറയുമോ എന്ന് നോക്കാം. അങ്ങനെ കൺമണി നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റസമ്മതം നടത്താനാണ് ബലരാമൻ വന്നിരിക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.